വാ ഇങ്ങോട്ട്. നീ എന്ത് രഹസ്യം പറയാനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? നീ പേടിച്ചു അല്ലേ? എന്തിന്? അല്ല, വീട്ടില് വിരുന്നുകാരുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഒരാൾ വരുമ്പോ വീട്ടുകാർക്ക് വെപ്രാളം വരും. പക്ഷേ എനിക്ക് തിരിച്ചറിവുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല, മര്യാദയോടെ ഇരുന്നു. അതാണ് തനുജ. തനുജ അതായാലും ശരി ഇതായാലും ശരി, എനിക്കത് പ്രശ്നമല്ല. ഞാനിപ്പോ നിന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്നതേ അവിടെ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേട്ട് ക്ഷമ നശിച്ചിട്ടാ. അച്ഛനോ? എന്റെ അച്ഛൻ എങ്ങനെ ദേവികയുടെ അച്ഛനാവും? ദേവികയുടെ അമ്മാവൻ, അത്രേ ഉള്ളൂ. ഇപ്പോ അമ്മാവനെ അച്ഛാന്ന് വിളിക്കുന്നതാ ട്രെൻഡ്, അത് മനസ്സിലാവും. അല്ലാതെ എന്റെ അച്ഛനെ നിന്റെ അച്ഛനാക്കാൻ നോക്കണ്ട. അച്ഛന്റെ മക്കളായി ഞാനും രജനി ചേച്ചിയും നന്ദു ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും പറ. അച്ഛൻ വരുന്നത് വരെ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. തനുജെ, അച്ഛൻ വരുന്നതിന് മുൻപ് ദയവായിട്ടൊന്ന് പോ പ്ലീസ്. ആഹാ, എന്റെ മുമ്പിൽ ആരെങ്കിലും പ്ലീസ് എന്ന് പറയുന്നേക്കാൻ എനിക്ക് വലിയ സന്തോഷ. എന്തായാലും അച്ഛൻ വന്നിട്ടേ ഞാൻ പോകും. എന്റെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, അന്ന് ഇവിടെ നിന്ന് എന്റെ അച്ഛൻ എന്നെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ടുപോയപ്പോ എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിലോ തടയില്ലേ? എന്നെ രക്ഷിക്കാൻ ഇടയിൽ വീഴില്ലേ? അതാണ് അമ്മ. അമ്മയെ കണ്ടുപിടിച്ച് തന്നാ മതി, ഞാൻ മാറിത്തരാം. പിന്നെ നിന്റെ അമ്മ എന്റെ കൈവെള്ളയിലല്ലേ ഇരിക്കുന്നേ? ദേ, എന്റെ അമ്മയെ വെച്ച് തമാശ പറയണ്ട, അതെനിക്ക് ഇഷ്ടപ്പെടില്ല. സിദ്ധാർത്ഥനെ പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കാനായിരിക്കും ദേവിക അവളെ വിളിച്ചോണ്ട് പോയത്. ബലരാമൻ സാറ് നല്ല മാന്യനല്ലേ? വലിയ ആളായിട്ടും അതിന്റെ ഒരു ഗമയുമില്ല. പാവം, എന്തോ കണ്ട് പേടിച്ച പോലെയായിരിക്കുന്നു. അത് നിന്നെ കണ്ട് പേടിച്ചതാ. അതെന്തിനാ എന്നെ കണ്ട് പേടിക്കുന്ന? അല്ല, നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അച്ഛനെതിരെയുള്ള നിന്റെ നീക്കവും അറിയാം. ഓ, അതിന്റെ പേടിയാണോ? ഹേയ്, അദ്ദേഹത്തെ പോലുള്ളവരെ ഞാൻ പേടിപ്പിക്കില്ല. ഹലോ, ആ ഇമാനുവലെ പറ. ഇല്ലടാ, ഞാനിന്ന് ഇത്തിരി ബിസിയാ. ഞാനിന്ന് എന്റെ അച്ഛന്റെ വീട്ടിൽ വന്നതാ. ഇല്ല, സോൾവ് ആയിട്ടില്ല. ആ, അച്ഛനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. ആ, നീ പറ. ഓ ആണോ? ആ, ശരി ശരി, അത് കുഴപ്പമില്ലടാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.